അല്ല മക്കളെ, പെൺകുട്ടികളെ, നിങ്ങൾ എന്താ പൊങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നത്? ഇങ്ങനെ കഴിച്ച അങ്ങക്ക് ഒരു കുടുംബത്തിന്റെ സുഖം കിട്ടുമോ? പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ്. ഇതാകുമ്പോൾ ഗർഭം ധരിക്കണ്ടല്ലോ, ഇതാകുമ്പോൾ പ്രസവിക്കുകയും വേണ്ട, മക്കളൊക്കെയും വേണ്ട, മുലൊടുക്കുകയും വേണ്ട. ഇതൊക്കെ ഒരു വലിയ ഭാരമാണ് മക്കൾക്ക് തോന്നിത്തുടങ്ങി. കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം, ഞങ്ങളുടെ സ്വയം വ്യക്തിഗത താല്പര്യത്തിനനുസരിച്ച് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം. അങ്ങനെ വന്നതാ ജെൻഡർ ന്യൂട്രാലിറ്റി, അങ്ങനെ വന്നതാ ജെൻഡർ ഈക്വാലിറ്റി. അതിന്റെ പിന്നിലുള്ള കവാടതങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. പെണ്ണ് പെണ്ണായിട്ട് വളർന്നിട്ട് എന്റെ അഭിമാനം കാണിക്കണം. ഒരാണിന്റെ മാതിരി പാന്റ് ഉടുക്കലും ആണിന്റെ മാതിരി കുപ്പായിടലും അല്ല ന്യൂട്രാലിറ്റി. മറിച്ച് ആണിന്റെ മേലെ എത്തുന്ന സംസ്കാരം കൊണ്ടും ഗുണം കൊണ്ടും നിന്റെ ജീവിത രീതികളെ കൊണ്ടും നിനക്ക് ആണിനെ മടികടക്കാൻ പറ്റും. അഭിമാനിച്ചോളൂ ഉമ്മാരെ. എന്തുകൊണ്ടാ പടച്ചോങ്ങളെ കാലിന്റെ തോട്ടിലാ സ്വർഗം തുറന്നേ? എന്തിനാ സ്വർഗത്തിന്റെ 8 വാതിലും ഉമ്മാരെ നിങ്ങൾക്ക് തുറന്നേരാന്ന് പറഞ്ഞേ? നിങ്ങളെ വയറ്റിൽ കിടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ. അത് അഭിമാന, അന്തസ. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തിലാ, എന്റെ വയറിലാ. ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും ഫോണുമ കളിച്ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാൻ ഓടുമ്പോഴും നാളെ മറ്റന്നാൾ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്റെ വാപ്പ അദ്രൈമാനെ നബീസാനെ കെട്ടിയപ്പോ ഒരു രാത്രി ഒരു കൂടെ കിടന്നപ്പോ ഉണ്ടായ മുതലല്ല ഞാൻ. അവര് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. ഒരാളോട് ചോദിക്കാണ്ട് മാക്ക് അടുക്കളയിലേക്ക് പോവാ, ഒരാളോട് ചോദിക്കാണ്ട് ഗ്യാസ് സ്റ്റവ് എത്തിക്കാം, ഒരാളോട് ചോദിക്കാണ്ട് ചൂടുവെള്ളം വാപ്പാ കൊണ്ട് കൊടുക്കാം. ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പൊരയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമുക്ക് എന്നുള്ളത് എഴുതി വെക്കുന്ന വേണം. നമ്മളെ ചേർന്ന് നിൽക്കലിനെ കൊണ്ട് വാപ്പാക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരായുസിന്റെ വർക്കത്ത.